അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്താ അമ്മച്ചി ഇത് പറയാൻ കാര്യം? അമ്മച്ചി പറഞ്ഞു, മോനെ, എന്റെ അനുഭവം മറ്റാർക്കും ഉണ്ടാകാതിരിക്കുവാൻ മോനെ ഇത് 7 പ്രാവശ്യം പെണ്ണുങ്ങളുടെ ഗ്രൂപ്പാണ് പറയണം. അമ്മച്ചിയുടെ അനുഭവം എന്താ? അമ്മച്ചി പറഞ്ഞു, മോനെ, ഞാൻ ധ്യാനം കൂടുതൽ മുമ്പാ, ഇപ്പൊ മാനസാന്തരം ഉണ്ടായി, സാക്ഷ്യം പറഞ്ഞു തരിക. എന്റെ ഭർത്താവ് ഒരു പാവം മനുഷ്യനായി. പാവം മനുഷ്യൻ പറഞ്ഞാൽ നാക്കുണ്ടോ എന്ന് തപ്പി നോക്കണം. അതിന് ഇവരായി അവിടുത്തെ അവരാ. മനസ്സിലായല്ലോ? എന്നാ മൈസറട്ട അല്ലേ? പാവം അതിയാനെ പറയാതൊന്ന് പുറത്തേക്ക് മൂത്രം ഒഴിക്കാൻ പോയെങ്കിൽ ചില ആവശ്യം തിറ്റും ചോദിക്കും, താൻ എവിടെ പോയടോ? മൂത്രം ഒഴിക്കാൻ പോയതാ. ഇതായി അവിടുത്തെ സ്ഥിതി. പക്ഷെ ഒരു ഗുണം കിട്ടി. ഭർത്താവ് ഒരു പാവം മനുഷ്യനായതുകൊണ്ട് വഴക്കില്ല, ബക്കാണമില്ല, കുടുംബജീവിതം നല്ല രീതിയിൽ കടന്നുപോയി. ഒരു കുഴപ്പവും ഉണ്ടായില്ല മോനെ. പക്ഷെ ഒരു കുഴപ്പം പറ്റി. എന്റെ മൂത്തത് 2 പെൺപിള്ളേരായിരുന്നു. ഭാര്യമാര് കുടുംബത്തില് ഭർത്താക്കന്മാരോട് എങ്ങനെ പെരുമാറണമെന്ന് എന്റെ പെൺമക്കള് എന്റെ ജീവിതം കണ്ടു പഠിച്ചു കേട്ടോ. പെൺപിള്ളേര് പഠിച്ചോണം. ഇല്ലേലുണ്ടല്ലോ ഇപ്പൊ അപ്പടി ഡൈവോഴ്സാ. എന്നാന്നറിയാ കാര്യം? ഞാൻ പറയാം. അവളോട്ട് കെട്ടിച്ചങ്ങോട്ട് വിടുമ്പം അവൻ മീശി ഉരുട്ടിട്ട് കാണിക്കും. അമ്മച്ചി, എന്നെ അവൻ മീശി ഉരുട്ടി കാണിച്ചു. ഉടനെ ഭർത്താവിനനുസരിക്കാത്ത അമ്മ പറയും, മോളെ, ഇനി മീശി ഉരുട്ടി കാണിക്കുകയാണെങ്കിൽ മോളിഞ്ഞ് പോരണം. മോളിഞ്ഞ് പോരും. മനസ്സിലായല്ലോ? നല്ല ദാമ്പത്യ ബന്ധം ഏത് കുടുംബത്തിലുണ്ടോ അവിടുത്തെ പെൺപിള്ളേരെ കെട്ടിച്ചു വിട്ടാൽ തല പോയാലും ഭർത്താവിനെ ഉപേക്ഷിക്കത്തുമില്ല, ഭർത്താവിനെ മറക്കത്തുമില്ല, അവിടെ ജീവിക്കും. അങ്ങനെ ഈ പെണ്ണിനെ, മൂത്ത പെണ്ണെ കണ്ടെല്ലാം പഠിച്ചു. അവളെ കെട്ടിച്ചു വിട്ടു. എന്നോട് അമ്മച്ചി പറഞ്ഞു, മോനെ, എന്റെ ഭർത്താവിന്റെ കൂട്ടല്ല എന്റെ മകൾക്ക് ദൈവം കൊടുത്ത ഭർത്താവ്. ഇവളൊന്ന് പറയുമ്പം അവൻ 2 പറയും. എന്റെ മകളല്ലേ, അവള് 4 പറയും. അവനന്നേരം 8 പറയും. അവൻ 8 പറയുമ്പം എന്റെ മകളെ 16 പറയും. അവനന്നേരം 5-6 കൊടുക്കും. ചുരുക്കി പറഞ്ഞ അമ്മച്ചി, ഇപ്പൊ അവള് വീട്ടിൽ നിൽപ്പോണ്ട് അവന് മാനസാന്തരം ഉണ്ടായി കൊണ്ടുപോകാനായിട്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എവിടാ കുഴപ്പം പറ്റിയത്? സ്വന്തം വീട്ടില് ഭർത്താവിന്റെ മുന്നില് ഭർത്താവിന്റെ ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് തന്റെ ജീവിതം വഴി പെമ്മകൊച്ചുകളെ പഠിപ്പിക്കുവാൻ വിളിക്കപ്പെട്ട ഭാര്യ അതനുസരിക്കാതെ തോന്നിവാസം ജീവിച്ചപ്പോൾ ഈ കുടുംബത്തിൽ തകർച്ച ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കല് ഞങ്ങൾ ധ്യാനിപ്പിക്കുന്ന അവസരം ചെറിയ ഗ്രൂപ്പാണ്. ഞാൻ ഈ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം എന്ന വചനം പറഞ്ഞേച്ചും ചേച്ചിമാരുടെയൊക്കെ മുഖത്തേക്ക് ഇങ്ങനെ ഒരു നോട്ടം നോക്കിയപ്പം ഒരു സ്ത്രീയുടെ മുഖത്തൊരു വാട്ടം. ചെറിയ ഗ്രൂപ്പായതുകൊണ്ട് മിണ്ടിയില്ല. ക്ലാസ് കഴിഞ്ഞ് ആ ചേച്ചി ചോദിച്ചു, എന്താ? ഇന്ന വചനം പറഞ്ഞപ്പം ചേച്ചിയുടെ മുഖത്തൊരു വാട്ടം. ഉടനെ ചേച്ചി പറയുക, അതെ, ഞാനൊരു ടീച്ചറാ. നല്ല കാര്യം, ഇച്ചിരി കാശ് കിട്ടും അല്ലേ? ഭർത്താവിനൊരു പണിയുമില്ല, അധികം ഒരു പണിക്കും പോകത്തില്ല. വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാനാ നടത്തുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഒരു പണിയും ചെയ്യാത്ത അതിയാന് എല്ലാ കാര്യങ്ങളും അധ്വാനം നടത്തുന്ന ഞാന് വിധേയപ്പെട്ട് ജീവിക്കണോ? അത് കേട്ടോ? ഇവര് പറഞ്ഞ് വിധേയപ്പെട്ട് ജീവിക്കണമെന്ന് ഞാൻ ചോദിക്കായിരുന്നു. നിങ്ങൾ കേട്ടോ എന്നുള്ളത്? ദൈവജനമേ, പറയട്ടെ, ഭാര്യ മജിസ്ട്രേറ്റാണെന്ന് വിചാരിക്കുക. എവിടത്തെ മജിസ്ട്രേറ്റാ? സാക്ഷാൽ കോടതിയിലെ മജിസ്ട്രേറ്റ്. ഭർത്താവ് ഒരു കേസിന് വാദിയായിട്ട് കോടതിയിൽ ചെല്ലുക. കോടതിയെ ബഹുമാനിക്കണോ? ബഹുമാനിക്കണം. എന്നാൽ മജിസ്ട്രേറ്റായ ഭാര്യ തന്റെ വീട്ടിൽ വരുമ്പോൾ തന്റെ ഭർത്താവിനോട് കർത്താവിനെന്ന പോലെ വിധേയത്വം പുലർത്തുന്നെങ്കിൽ അവൾ മാതൃകാ ദൈവസ്ഥയാ. അതുകൊണ്ട് ദൈവജനമേ, ദൈവാനുഗ്രഹം വേണമെങ്കിൽ, നല്ല കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ ഭാര്യമാരെ കുടുംബത്തില് ഭർത്താക്കന്മാർക്ക് കർത്താവിനെന്ന പോലെ വിധേയത്വം പുലർത്തി ജീവിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ദൈവഭക്തരല്ല. ഞങ്ങളെ ബാംഗ്ലൂരിൽ ധ്യാനിപ്പിക്കുന്ന അവസരം ഞാൻ ഈ വചനം പറഞ്ഞേച്ചും വന്നിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥകളെല്ലാവരും നോക്കി കഴിഞ്ഞപ്പോ ഈ വചനം പറയാം, ഉദ്യോഗസ്ഥർ തമ്മി നോക്കി ചിരിക്കുന്നു. അപ്പൊ ഞാൻ ബൈബിൾ എടുത്തും പറഞ്ഞു, ദൈവമായ കർത്താവ്
ഈ ബൈബിൾ തന്നിരിക്കുന്നത് കേരളത്തിലെ നാടൻ പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ആണോ? അവരോട് ഞാൻ പറഞ്ഞത്, അമേരിക്കയിലെ മദാമ ഒരു മാതൃകാ ഭാര്യയാണ് ദൈവം അംഗീകരിക്കണമെങ്കിൽ അവൾ അവളുടെ ഭർത്താവിനോട് കർത്താവിനെന്നപോലെ വിധേയത്വം പുലർത്തണം. എങ്കിൽ ദൈവാനുഗ്രഹമുള്ള കുടുംബമായിട്ട് അത് മാറും. ഇനിയും ഭർത്താവിനെ ഭാര്യ ബഹുമാനിക്കുന്ന കുടുംബമാണോ ഇല്ലയോ എന്ന് അറിയിക്കണം. മാർഗം പറയാം. ഈ സ്കൂൾ വിടുന്ന സമയത്ത് 10 പിള്ളേരെ ഇതിലെ നടന്നു വരികയാണെന്ന് വിചാരിച്ചു. 4ാം ക്ലാസ് 5ാം ക്ലാസ് കൊച്ചു പിള്ളേരാ. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തെറ്റിശരിയും കെട്ടുപിടി കിടക്കുകയല്ലേ. വരുമ്പം മാങ്ങ പഴുത്ത് കിടക്കുന്ന കാലം. നമ്മുടെ നാടൻ രീതിയിൽ പറയുക, കുഞ്ഞുങ്ങളെ ഓരോ കല്ല് പെറുക്കി മാവേൽ എറിയുക. അപ്പൊ ആ ചേട്ടൻ വന്നിച്ചും പറയുക, എടാ നിങ്ങൾ മാവേലായി എറിയുന്ന കാര്യം ശരിയാ, കല്ലെങ്ങാനും ഷീറ്റ വല്ല ഓടല വല്ല വീണെങ്കിൽ പൊട്ടിപ്പോകും, പോടാ വീട്ടിൽ. ചേട്ടൻ അത് പറയുകയും 5 പിള്ളേർ ചേട്ടന്റെ മുഖത്തേക്ക് നോക്കി വെച്ച് ഒരൊറ്റ ഓട്ടം. 5 പിള്ളേർ അവിടെ നിന്നിട്ട് ചോദിക്കുക, തനിക്ക് എന്നാ കാര്യം, തന്നെയാണോ? ഏത് വീട്ടിലെ പിള്ളേരെ പിടികിട്ടിയോ? ഏത് ഭാര്യ തന്റെ ഭർത്താവിനെ കുടുംബത്തിൽ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും വിധേയപ്പെടുകയും ചെയ്യുന്നുവോ അവിടുത്തെ കുഞ്ഞുങ്ങളെ സൺഡേ ക്ലാസ്സിൽ വന്നാൽ അധ്യാപകരെ അനുസരിക്കും, സ്കൂളിൽ വന്നാൽ അധ്യാപകരെ അനുസരിക്കും, ദേവാലയത്തിൽ വന്നാൽ വൈദികനെയും കപ്പ്യാരെയും ബഹുമാനിക്കും. പ്രൈസ് ദി ലോർഡ്. കോളേജിൽ പോയാൽ അധികാരങ്ങളെ മാനിക്കും. നല്ല വൈദികരുണ്ടാകണമെങ്കിൽ, നല്ല സന്യസ്തരുണ്ടാകണമെങ്കിൽ, നല്ല ഉദ്യോഗസ്ഥന്മാരെ, നല്ല പൊതുപ്രവർത്തകരൊന്ന് വളർന്നു വരണമെങ്കിൽ ദൈവജനമേ, ഭാര്യമാർക്ക് കുടുംബത്തിൽ അപ്പസ്തോല ദൗത്യം നിർവഹിക്കാനുണ്ട്. ഭർത്താക്കന്മാർക്ക് കർത്താവിനെന്ന പോലെ വിധേയപ്പെട്ട് ജീവിക്കും. കയ്യർത്തി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ ഭാര്യമാർക്ക് വേണ്ടി. അല്ലെ യേശുവേ, എല്ലാ ഭാര്യമാരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. നാഥ, ഭർത്താവിന് കർത്താവിനെന്ന പോലെ വിധേയപ്പെടുന്നത് എന്റെ ഇഷ്ടമല്ല, ദൈവമേ അങ്ങയുടെ ഇഷ്ടമാണ്, ഞാൻ സ്വീകരിക്കുന്നു. ദൈവമക്കളെ കുടുംബത്തിൽ വളർത്തിയെടുക്കുവാൻ, കുടുംബസമാധാനം പരിരക്ഷിക്കുവാൻ, നല്ല തലമുറ വളർന്നു വരുവാൻ, ദൈവാനുഗ്രഹം കുടുംബത്തിലേക്ക് ഇറങ്ങി വരുവാൻ കർത്താവേ, ഈ വചനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങള് ദൈവാനുഗ്രഹമുള്ള കുടുംബമാകണമെങ്കിൽ ഭാര്യമാർ തീരുമാനിക്കണം. ഇങ്ങനെ വിളിച്ചിരുന്നാലും ദൈവത്തെയായിട്ട് ദൈവം അംഗീകരിക്കത്തില്ല. മനസ്സിലാവില്ലേ അമ്മേ? വല്യമ്മ ഓർക്കാം, ഞങ്ങൾക്ക് ഭാര്യ ഭർത്ത ബന്ധം മരണം വരെയാ. മനസ്സിലായല്ലോ? ഇങ്ങനെ പറഞ്ഞോട്ടെ, എനിക്കൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരിക്കലും ഒരു ധ്യാനത്തില് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ അധികമുള്ള ധ്യാനം കൈവച്ച് പ്രാർത്ഥിക്കാൻ പോവാ. അച്ഛൻ പറഞ്ഞു, ജ്ഞാനഗുരു പറഞ്ഞു, ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ ലെവൽ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ അപ്പാപ്പനേക്കാൾ പ്രായമുള്ള ഒരു അപ്പാപ്പനും അതിനനുസരിച്ചുള്ള ഒരു അമ്മാമ്മയുമാണ്. ഏറ്റവും മുന്നിൽ വന്ന് നിൽക്കുക. അച്ഛൻ പറഞ്ഞു, ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം നോക്കാൻ. അച്ഛൻ പറഞ്ഞ പറഞ്ഞ അമ്മാമ്മ അതിയാന്റെ മുഖത്തോട് നോക്കി. അമ്മാമ്മ മുഖത്തോട് നോക്കി പറഞ്ഞാൽ അതിയാൻ നാണം വന്നു. ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക, മുഖം ഇങ്ങനെ വെട്ടിയത്. ഇതെന്നാ അമ്മാമ്മയെ പാപ്പരുവാ? ഇത് കണ്ട് നമ്മുടെ മക്കള് പഠിച്ചാൽ അവരും ഇത് തന്നെ പ്രവർത്തിക്കും. മനസ്സിലായോ? ഭാര്യ ഭർത്ത ബന്ധം മരണം വരെയാ. മനസ്സിലായല്ലോ? സന്തോഷത്തോടെ അപ്പാപ്പനും അമ്മയ്ക്കും മരിക്കണമെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും മുഖത്ത് നോക്കി ആ സ്നേഹ ബഹുമാന ആദരവോടെ ചിരിക്കുവാനും സഹകരിക്കുവാനും തയ്യാറാണെങ്കിൽ എല്ലാ വല്യപ്പനും വല്യമ്മയ്ക്കും നീണ്ടു നിവർന്ന് കിടന്ന് മരിക്കാം. ഇല്ലെങ്കിൽ പൊറുപുറത്തോടെ മരിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, കുടുംബത്തിൽ അപ്പസ്തോലകളായി ജീവിക്കുവാൻ ഭാര്യമാരെ കർത്താവ് വിളിച്ചിരിക്കുക. ഇനിയും പറയട്ടെ, ഒരിക്കല് ഒരു ഭാര്യയ്ക്ക് തന്റെ കുടിയനായ ഭർത്താവിനെ ധ്യാനം ഒന്ന് കൂട്ടണം. എപ്പോഴും പറയും, എന്റെ പേർക്കൊരു ധ്യാനം കൂടണം. കൂടത്തില്ല. കുറെ നാൾ കഴിഞ്ഞപ്പം ഭാര്യയ്ക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞാൽ എന്റെ ഭർത്താവ് ധ്യാനം കൂടത്തില്ല. ആരെ കൊണ്ട് പറയിപ്പിക്കും? അടുത്ത വീട്ടിലെ തന്റെ കൂട്ടത്തിൽപ്പെട്ട 2 ബന്ധുക്കൾ, ഭാര്യയും ഭർത്താവും, അവരോട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് നമുക്കൊരു ധ്യാനം കൂടാൻ പോകാൻ നിങ്ങൾ ഉപകാരം ചെയ്യണം.
ഞങ്ങളെയും വന്ന് ക്ഷണിക്കണം. അങ്ങനെ ഭാര്യയുടെ നിർദ്ദേശമനുസരിച്ച് അവർ രണ്ടുപേരും വന്നു. അങ്ങനെ രണ്ട് ഭാര്യാഭർത്താക്കന്മാര് ഞങ്ങൾ ധ്യാനിപ്പിക്കുന്ന ഒരു ആശ്രമത്തില് താമസിച്ച് ധ്യാനിക്കാൻ വന്നു. ധ്യാനത്തിന്റെ 4-ാം ദിവസം ഞാനൊരു പ്രസംഗം കഴിഞ്ഞിട്ട് 2ാമത്തെ പ്രസംഗത്തിന് ഈ ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടി കൗൺസിലിംഗ് നടത്തുന്ന ആളിനെ വിളിക്കാൻ വേണ്ടി ചെന്നപ്പം കൗൺസിലിംഗ് നടത്തുന്ന ആള് പറഞ്ഞു, ഭാര്യ കൗൺസിലിംഗ് നടത്തി, ഭർത്താവ് കൗൺസിലിംഗ് നടത്തിയിട്ടില്ല. ഭർത്താവ് പറയുന്നത് അവള് നന്നായാൽ മതി എന്നാ, എനിക്ക് കൗൺസിലിംഗ് വേണ്ടെന്നാ പറയുന്നത്. അദ്ദേഹം പ്രസംഗിക്കാൻ പോയി ഇത് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് ഞാന് ആ ഭർത്താവിനോട് ചോദിച്ചു, ശരിയായി ധ്യാനിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എടുത്ത വായിലെ പറയാ, അവൾ ആദ്യം നന്നാകട്ടെ, പിന്നെ ഞാൻ നന്നാകാം. എനിക്ക് പിടികിട്ടി ഈ ഭർത്താവിന്റെ മനസ്സില് ഭാര്യയെക്കുറിച്ച് എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് മാറാതെ ഈ കുടുംബജീവിതം ശരിയാകത്തില്ല. ഭാര്യയോട് പറഞ്ഞു, നിങ്ങൾ അങ്ങ് പോയിരുന്നു പ്രാർത്ഥിക്കാൻ. ഇദ്ദേഹത്തെ വിളിച്ചടിക്കാൻ ചോദിച്ചു, എന്താ ചേട്ടാ? ചേട്ടൻ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞാ കേട്ടോ, വീട്ടിൽ പോയി ചേട്ടനൊന്നും പറയല്ലേ. അതായത് എന്റെ ബ്രദറെ, ഞാൻ കുടിയനാ, ഒരു പൊടി രാഷ്ട്രീയക്കാരനൊക്കെ ഞാൻ കുടിയനാ. പക്ഷേ കുടിയനായ ഞാന് കുടിയും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം എന്നെ നന്നാക്കാൻ കൊണ്ടുവന്ന് അവളുണ്ടല്ലോ ഭാര്യ എന്ന് പറയുന്നത്, അവിടെ മുഖം ഇത്രയും കാണും എന്നെ കാണുമ്പോ. വീട്ടിൽ പോയി കണ്ണാടി നോക്കിയാൽ മതി കേട്ടോ. ഭർത്താവ് വീട്ടോട്ട് കയറി വരുമ്പോ എല്ലാ ഭാര്യമാരും കണ്ണാടി എടുക്കണം, എന്നിട്ട് നോക്കണം ഇക്ക് മുഖം വീർത്തിരിക്കുന്നത് എങ്ങനെയാണ്. അപ്പം മനസ്സിലാവും ഇത്രയേ ഉണ്ട്. ഈ മനുഷ്യൻ പറയാം, ഇത് കാണുമ്പം എനിക്ക് ദേഷ്യം കയറും. ഞാൻ വീട്ടിലോട്ട് വരികയാ. വരുമ്പം എന്റെ ഭാര്യ എന്ന് പറയുന്നവളെ മുഖം വീർപ്പിച്ച് കാണിക്കും, എനിക്ക് അരിശം വരും. ഞാൻ പിന്നെയും പോകും കുടിക്കാൻ. ഞാൻ കുടി തന്നെ കുടിയായി. കുടി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം ഇവളുണ്ടല്ലോ നന്നാക്കാൻ കൊടുത്ത പാതൃക ഭാര്യ, അവളെ എന്റെ മക്കളുടെ മുന്നിലും വീട്ടിൽ ആരെല്ലാം വരുമോ അവിടെയെല്ലാം മുന്നിൽ വെച്ച് എന്നെ കൊള്ളാത്തവനായി മോശക്കാരനാക്കി ചിത്രീകരിച്ച് സംസാരിക്കും. ഇത് കാണുമ്പോൾ ഞാൻ വീണ്ടും പോയി കുടിക്കും. അപ്പനെ മക്കളുടെ മുന്നിലും വീട്ടിലെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് മോശക്കാരനായി സംസാരിക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവിനെ രക്ഷിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ് ഇവിടെ മുഖം വീർപ്പിച്ച് കാണിക്കുന്നത്? കുടിയനായ ഭർത്താവിന് ഏതെങ്കിലും ഭാര്യയ്ക്ക് നവീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മുഖം വീർപ്പിച്ച് ദേഷ്യപ്പെട്ട് കാണിച്ചാൽ ഫലം വിപരീതം. ഭാര്യമാർ നവീകരിക്കപ്പെട്ടിട്ട് സ്നേഹിക്കുന്ന ഭാര്യമാരായി മാറിയാൽ സ്നേഹം കൊണ്ട് ഭർത്താവിനെ നേടുവാൻ സാധിക്കും. പക്ഷേ അവൻ സാഹചര്യത്തിൽ സംശയത്തിൽ അടിമയായിപ്പോയി. എനിക്ക് മനസ്സിലായി, ഭാര്യ വിളി സംസാരിക്കണം. ദൈവത്തോട് പറഞ്ഞു, അവിടെ മാറിയിരിക്കാൻ പറഞ്ഞു. ഇവര് വന്നു. ഈ ഭാര്യ തെറ്റും കുറ്റമുള്ള സ്ത്രീയൊന്നുമല്ല, നല്ല സ്ത്രീയ. പക്ഷേ മദ്യപിച്ച് പണം നശിപ്പിക്കുന്ന ഭർത്താവിന്റെ ആ പ്രവൃത്തിയെ വെറുക്കുന്ന സ്ത്രീ, അവളുടെ പക്വതക്കുറവ് കൊണ്ട് ഈ പ്രതികരണം ഭർത്താവിനോടായിട്ട് മാറിയിരിക്കുകയാ. അവക്ക് അറിഞ്ഞുകൂടാ ഭർത്താവിനോട് ഇങ്ങനെ കാണിച്ചാൽ വീണ്ടും അയാൾ കുടിയനാകുമെന്ന്. അവൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായി. ശരിയാണ്, തെറ്റ് അംഗീകരിച്ചു. വിനയമുള്ള ഭാര്യ, വിധേയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഭാര്യ, പരിശുദ്ധാത്മാ പങ്കുപറ്റുന്ന ഭാര്യ സമ്മതിച്ചു, ഞാൻ വിധേയപ്പെടാം. അദ്ദേഹത്തെ വിളിപ്പിച്ചു. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നേച്ചും ഈ ഭാര്യ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ പക്വതക്കുറവ് ഞാൻ അംഗീകരിക്കുന്നു. ഇനി മേലിൽ ഇദ്ദേഹത്തിന് വേദിക്കുന്ന രീതിയിൽ ഞാൻ പെരുമാറുകയില്ല. എന്തു തെറ്റുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ തിരുത്തിക്കൊള്ളാം. ആ മനുഷ്യൻ എഴുന്നേറ്റ് നേരെ, അന്നുവരെ കുമ്പസാരിച്ചില്ലായിരുന്നു, 200 മില്ലി അടിച്ചിട്ടുണ്ടായിരുന്നു. കുമ്പസാരിക്കുകയും ചെയ്തു, മില്ലി അടി നിർത്തുകയും ചെയ്തു. പ്രൈസലോ പ്രൈസലോ. കയ്യർത്തി നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, എല്ലാ ഭർത്താക്കന്മാരെയും നവീകരിക്കണമേ, നവീകരിക്കണമേ. എല്ലാ ഭാര്യമാരെയും നവീകരിക്കണമേ. കർത്താവേ, കുടുംബബന്ധത്തിന്റെ കെട്ടുറപ്പിക്കുന്നത് സ്നേഹമാണെന്നും ലൈംഗികതയ്ക്ക് 2ാം സ്ഥാനമേ ഉള്ളുവെന്നും എല്ലാ ഭാര്യാഭർത്താക്കന്മാരെയും ബോധ്യപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ കർത്താവേ. കർത്താവേ, ഭാര്യാഭർത്താക്കന്മാരുടെ